മുമ്പൊക്കെ നമ്മൾ ടൈൽ എടുക്കാൻ നേരത്തെ കണ്ണുകൊണ്ട് നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ പോയി തൊട്ട് ഫീൽ ചെയ്യണം. ബേസിക്കലി ഇത് ഫോസിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അത് അധികം മാർക്കറ്റിൽ ആയിട്ടില്ല. ഇനി അടുത്തൊരു ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതാണ് RAKയുടെ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ആൽസ് ബീജ് എന്ന് പറയുന്ന മോഡലാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫിനിഷാണ്. അതായത് ടൈലിലാണ് ഇപ്പോൾ നാനോ വൈറ്റിനേക്കാളും ലെതർ ഫിനിഷ്. ആ പേര് പോലെ തന്നെയാണ്, ലെതർ ഫിനിഷ് തന്നെയാണ്. ഇതിൽ കാര്യമായിട്ട് അഴുക്ക് പിടിക്കില്ല. വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടൈലുകളും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഹൈ എൻഡ് ടൈലാണ് ഉദ്ദേശിക്കുന്നത്, കുറച്ച് പ്രൈസ് കൂടിയ ടൈലാണ് ഉദ്ദേശിക്കുന്നത്, അതും അവൈലബിൾ ആണ്. 4x2 ടൈലുകളൊക്കെ ഒരു 37 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള യൂണിറ്റി ടൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. തൃശ്ശൂർ കൊടകരയിലാണ് ഈ ഒരു ഷോറൂം വരുന്നത്. എൻ്റെ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം മാറ്റ് ഫിനിഷ് വിട്രിഫൈഡ് ടൈലുകളാണ്. ഈ സൈഡിൽ കാണുന്നതെല്ലാം ഗ്ലോസി ഫിനിഷ് വിട്രിഫൈഡ് ടൈലുകളാണ്. സാധാരണ നമ്മളൊരു ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മാറ്റ് അല്ലെങ്കിൽ ഗ്ലോസി എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. എന്നാൽ ഈ ഒരു ഷോറൂമിൽ വരുന്ന സമയത്ത് ഏതാണ്ട് 4-5 ടൈപ്പ് മാറ്റ് ഫിനിഷ് ടൈലുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഏതാണ്ട് 400-ൽ പരം ഗ്ലോസി ഡിസൈൻസ്, ഏറ്റവും പുതിയ വെറൈറ്റി ടൈലുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വളരെ സാധ്യതയുള്ള ടൈലുകൾ മാത്രമായിരിക്കും ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ടാവുക. നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂണിറ്റി ടൈൽസ് എന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ഫേസ് ആയിട്ട് കാണുന്ന ഒരാളാണ് നമ്മളോടൊപ്പം. ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. നമ്മുടെ യൂണിറ്റി ടൈൽസ് കേൾക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എത്ര കാലമായിട്ട് ഫീൽഡിലുണ്ട്, എന്താണ് നമ്മളെ പരിപാടികൾ, അതൊക്കെ ഒന്ന്. ശരിക്കും നമ്മൾ യൂണിറ്റി ടൈൽസിൽ അപ്പോൾ ഞങ്ങൾ 3 പേരാണ്. ഒന്ന് ഞാൻ ലിൻഡു ആന്റണി, പിന്നെ അഗസ്റ്റിൻ ജോർജ്, പിന്നെ ജോഷി. അങ്ങനെ 3 പേരാണ്. സുഹൃത്തുക്കളാണോ? ഒരാൾ ബന്ധുവാണ്, ഒരാൾ ജോഷി ബന്ധുവാണ്. അഗസ്റ്റിൻ എൻ്റെ ഏകദേശം ഒരു 10-30 വർഷമായിട്ട് നമ്മുടെ സുഹൃത്താണ്. അപ്പം നമ്മൾ ഏകദേശം ഈ ഫീൽഡിൽ, ഈ സിറാമിക് ഫീൽഡിൽ 27ഓളം വർഷമായി. 27 വർഷം. ഇവരുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ. അത്രയധികം കളക്ഷൻസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. മാറ്റ് ഫിനിഷിലേ ശരിക്കും എത്ര വെറൈറ്റികളുണ്ട്, അല്ലെങ്കിൽ ഇപ്പം മാർക്കറ്റിലുണ്ട്, ഇനി വരാനിരിക്കുന്നുണ്ട്? അത് നമ്മൾ ബേസിക്കലി മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ടൈലാണ് വന്നിരുന്നുള്ളൂ. നോർമൽ ഗ്ലോസി, പിന്നെ അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഫുൾ ഹൈ ഗ്ലോസി, പിന്നെ മാറ്റ് ഫിനിഷ്. ഈ മാറ്റ് ഫിനിഷിൽ തന്നെ ഒരു ആന്റിസ്കിഡ് സീരീസ് പോലെ വന്നിരുന്നത് ഹാർഡ് മാറ്റ് ആണ്. ഹാർഡ് മാറ്റ്. പിന്നെ വരുന്നത് ഇത് മാറ്റ് അല്ല, ഇതൊക്കെ ഏതിന് വരും? ഇതിപ്പോ പുതിയ കാലഘട്ടത്തിലെ മാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ കമ്പനികളിൽ പോഷ് ഫിനിഷ് എന്ന് പറഞ്ഞിട്ട്, ശരി, ഒരു കമ്പനിയാണ്. ആ ഫിനിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഴുക്ക് പിടിക്കാത്ത ഒരു ഫിനിഷാണ് അത്. ഈ ഫിനിഷ് മാറ്റ് ആണ്, പക്ഷെ ഇതിൽ അഴുക്ക് നിൽക്കത്തില്ല. അതിന്റെ ഇതിൽ നമുക്ക് അതുപോലെ മാറ്റിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻസ് കൂടുതലാണ്. തീർച്ചയായും. അപ്പൊ ഈ പോഷ് എന്ന് പറയുന്നത് ഒരു കമ്പനി അത് പാറ്റന്റ് എടുത്ത അല്ലെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്തെടുത്താ, പക്ഷെ അതിന്റെ ഈക്വലന്റ് പ്രോഡക്റ്റ് ഇപ്പൊ ഒരു 6-7-8 കമ്പനികൾ വന്നിട്ടുണ്ട്. ഇപ്പോ ഒരു കമ്പനി പേൾ ഫിനിഷ് എന്ന് പറയുന്നു, മറ്റൊരു കമ്പനി ഒറ ഫിനിഷ് എന്ന് പറയുന്നു, സ്റ്റെല്ലാർ എന്ന് പറയുന്നു. അതൊക്കെ ഈ ഫിനിഷിനെ പൊതുവെ കാണിച്ചു പോവാം. അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ പോഷ് ഫിനിഷ് ആണെന്ന് പറയാം. ഞാൻ ഇതിന്റെ ഫീല് പറയാം. നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് നമുക്കൊരു റഫ് മാറ്റ് അല്ല ഫിനിഷ് ചെയ്യുന്നത്, നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് കർവ്ഡ് മാറ്റാണ്, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫിനിഷ് ആയിരിക്കും. പക്ഷെ അത് മാറ്റ് ബോഡി ആയിരിക്കും, ഗ്ലോസി ആയിരിക്കത്തില്ല. നിങ്ങൾ ഇവിടെ കാണുന്നതെല്ലാം ഗ്ലോസി ആണ്. അത് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല. ഇതിന്റെ ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട്. മാറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡള്ളാണ്, പെർമനന്റ് ആണ്, സ്ക്രാച്ച് റെസിസ്റ്റീവ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ശരി ശരി. ഇത് ഈ ഫിനിഷ് വരുമ്പോൾ അഴുക്ക്, നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ മാറ്റ് ഫിനിഷ് അഴുക്ക് പിടിക്കും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഇതിൽ നമുക്ക് അഴുക്ക് പിടിക്കില്ല. നമുക്ക് ഈസി, അതായത് ഗ്ലോസി ചെയ്യുന്ന പോലെ തന്നെ മെയിൻ്റെനൻസ് നടത്താൻ, അതായത് ക്ലീൻ ചെയ്യാൻ കുറെ കൂടെ എളുപ്പമാണ്. ഇതിലേക്കൊക്കെ വരുമ്പോൾ ആ മാറ്റിന് തന്നെ മാറ്റം വന്നു. ഇത് കാർവിംഗിലേക്ക് വരുന്നു അല്ലേ. കാറിൽ അതിപ്പോ ഈ ഫിനിഷിൽ, ഈ പോഷ് അല്ലെങ്കിൽ ഒറ അല്ലെങ്കിൽ പേൾ എന്ന് പറയുന്ന ഫിനിഷിൽ ഇപ്പോൾ കാർവ് വരുന്നില്ല. കാർവ് നോർമൽ മാറ്റിലാണ് കൂടുതലായിട്ട് കാർവ് വരുന്നത്. ശരി. ഈ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് മുഴുവൻ 160-80 എന്ന് പറയുന്ന വലിയ സൈസ് ടൈലുകളാണ്. വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള ഡിസൈനുകൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഷോറൂമിൽ കാണാൻ സാധിക്കുകയുള്ളൂ. നല്ല ഭംഗിയുള്ള മാർബിൾ ഫിനിഷിൽ വരുന്ന ടൈലുകളാണ് ഈ ഭാഗത്തെല്ലാം കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു 75, 85, 100, 110 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് നമുക്ക്
160-180 ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒണിക്സ് ഫിനിഷിൽ വരുന്ന ഒരു ചെറിയ ഗ്രീൻ ഷെയ്ഡൊക്കെ വരുന്ന തരത്തിലുള്ള ഭംഗിയുള്ള ഒരു മാർബിളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന നല്ല ഭംഗിയുള്ള കാർവിംഗ് ടച്ച്, ലൈറ്റ് വരുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ടൈലുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. 4x8 യൂണിറ്റ് ടൈൽസിലുള്ള നല്ല നല്ല ഡിസൈൻസുകൾ ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിക്കാം. ഇത് ആഷ് കളറിൽ വരുന്ന ഒരു മാർബിൾ ഫിനിഷ് വരുന്ന ടൈലാണ്, നല്ല ഭംഗിയുള്ള ഗ്ലോസി ഫിനിഷ് വരുന്ന ടൈലാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് അല്പം കാർവിംഗ് ആയിട്ട് ലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഗ്ലിറ്ററിങ് എഫക്റ്റ് വരുന്ന തരത്തിലുള്ള ടൈലാണ്. ഇതും 4x2 ആണ് വരുന്നത്, ഒരു ഓഫ് വൈറ്റ് കളറാണ്. ഇത് ബ്രേഷ്യ അറോറ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ മാർബിളിൻ്റെ ഫിനിഷിൽ വരുന്ന അതേ പ്രിന്റിൽ വരുന്ന ടൈലാണ്. 4x2 തന്നെയാണ് അതിൻ്റെയും സൈസ് വരുന്നത്. ടൈലുകളുടെയൊക്കെ ഒരു പ്രൈസ് പറയുകയാണെങ്കിൽ യൂണിറ്റ് ടൈൽസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വളരെ ലോ ബഡ്ജറ്റിൽ വരുന്ന, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ടൈലുകളും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഹൈ എൻഡ് ടൈലാണ് ഉദ്ദേശിക്കുന്നത്, കുറച്ച് പ്രൈസ് കൂടിയ ടൈലാണ് ഉദ്ദേശിക്കുന്നത്, അതും അവൈലബിൾ ആണ്. 4x2 ടൈലുകളൊക്കെ ഒരു 37 രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കറക്റ്റ് കാര്യം നിങ്ങളോട് പറയണമല്ലോ, 37 രൂപ എന്നൊക്കെ പറയുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻ വൈസ് വളരെ പ്രീമിയം ആണ് നിങ്ങൾ വിചാരിക്കരുത്. ഒരു റേഞ്ച് 37, 40, 50, 60, 70 ആ റേഞ്ചിനൊക്കെയുള്ള ടൈലുകൾ ഇവിടെ അവൈലബിൾ ആണ്. ടൈലിൻ്റെ ഫിനിഷിങ്ങും അതിൻ്റെ പാറ്റേണിൻ്റെ ഭംഗിയൊക്കെ അനുസരിച്ചിട്ടാണ് ടൈലുകൾക്ക് വില ഉണ്ടാവുക. ഏകദേശം 37 തൊട്ടൊരു 70 വരെയൊക്കെ നമുക്ക് 4x2 ടൈലിൻ്റെ പ്രൈസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഡിസ്പ്ലേ ഇട്ടതിന് പുറമെ ഇതേപോലെ ട്രാക്കുകളിൽ പല ഡിസൈനുകളും വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ സൈസ് ടൈലുകളാണ്. അപ്പോൾ ഇതൊക്കെ സ്പെഷ്യൽ ഓഫർ സെയിൽ എന്നുള്ള രീതിയിൽ സ്പെഷ്യൽ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് ടൈൽസിൽ അവൈലബിൾ ആവും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അത് നൽകുന്നത്. പിന്നെ നമുക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞിരുന്നു, സ്പെഷ്യൽ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പം അത് നോർമലി അവർ വിൽക്കുന്ന MRP അല്ല, അത് ആ സമയത്തെ സ്പെഷ്യൽ പ്രൈസാണ്. അതുകൊണ്ട് നമ്മളൊരു വീഡിയോയിൽ പറയുന്നതിന് പകരം ആളുകൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ആ സ്പെഷ്യൽ ഓഫർ പ്രൈസ് മേ ബി ചേഞ്ച് ആവാം. ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതെല്ലാം സ്പെഷ്യൽ ഓഫറിൽ ഇടുന്ന ടൈലുകളാണ്. ഒരുപാട് ടൈൽ കളക്ഷൻസ് ഈ ഷോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കൊരു ഡിസൈനറോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറോ എഞ്ചിനീയറോ ഒന്നും നമ്മുടെ കൂടെ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫാമിലി മക്കളുമായിട്ട് നേരിട്ട് വന്ന് ഡിസൈൻസ് കണ്ടിഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാനുള്ളൊരു സൗകര്യം ഇവിടെയുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് ആയാലും ശരി, നമ്മളോട് ഇടപഴകുന്ന രീതിയൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അവർ നമുക്ക് വേണ്ടി സമയമെടുത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഫോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. അതായത് നമ്മൾ ഇന്നത് തന്നെ എടുക്കണം എന്ന് അവർ ഫോഴ്സ് ചെയ്യുന്നില്ല. അവർ എല്ലാ ഡിസൈൻസും കാണാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഡിസിഷൻ ഇന്ന് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റൊരു ദിവസം വീണ്ടും വരാം. ഒരിക്കലും നമ്മളെ പിടിച്ച് ഇതിനകത്തേക്ക് ഇടുന്ന രീതിയിലുള്ള ആ ഒരു അപ്രോച്ച് എനിക്കിത് ഫീൽ ചെയ്തില്ല എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇതാണ് RAKയുടെ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ആൽസ് ബീജ് എന്ന് പറയുന്ന മോഡലാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു ഫിനിഷാണ്. നമ്മുടെ ലിവിങ്ങിലേക്ക്, നമ്മുടെ അപ്പർ ലിവിങ്ങിലേക്കൊക്കെ വിരിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫിനിഷ് കൂടിയാണ്. ഗ്ലോസിയാണ്. ലൈറ്റ് വരുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുക. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫിനിഷ് കൂടെയാണ്. ശരിക്കും യൂണിറ്റ് ടൈൽസിൻ്റെ ഷോറൂം 2 ഫ്ലോറാണല്ലോ അല്ലേ? ഈ ഫ്ലോറിൽ വലിയ സൈസ് സ്ലാബുകളാണുള്ളത്. നേരത്തെ നമ്മൾ കണ്ടതെല്ലാം 6x4 സൈസായിരുന്നു. ഇത് വരുമ്പോൾ 8x4 സൈസ്. 8x4 സൈസിൽ തന്നെ ഇത്രയും കളക്ഷൻസ്, ഇതാ ആ അറ്റം വരെ കളക്ഷൻസ് ഇന്ന് നമുക്ക് കിട്ടാനുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത് അല്ലേ? ഗ്ലോസി മാറ്റ് ഉണ്ടല്ലോ, മാറ്റ് ഉണ്ട്. കാരണം ഇതില് ബേസിക്കലി എല്ലാവരും ഗ്ലോസി ആണ് കൂടുതൽ ഇഷ്ടം. കാരണം ഇറ്റാലിയൻ മാർബിൾ നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ അല്ലേ കൂടുതൽ കാണുന്നത്. എന്നാൽ ഇറ്റാലിയൻ മാർബിളിന്റെ എക്സാക്ട് ഫിനിഷ് ഇത്ര പോളിഷ്നെസ് ഇല്ലാത്തതാണ്. പക്ഷെ നമ്മുടെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഗ്ലോസിയിലാണ് കൂടുതൽ പോകുന്നത്. ഇതിന് മാറ്റ് അവൈലബിൾ ആണ്, വിഷയങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ ആളുകൾ ആ മാറ്റ് ഫിനിഷിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? നമുക്ക് ഈ പാറ്റേൺ ഇതൊക്കെ ഗ്ലോസി ഫിനിഷ് ആണ്. ഇതിന്റെ ഒരു മാറ്റ് ഫിനിഷ് വേണം തോന്നിയാൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ മാറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് കുറെയൊക്കെ നമ്മുടെ ഇതിന്റെ മറ്റൊരു സൈസിലുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡിപ്പെൻസ് ഓൺ അഗൈൻസ്റ്റ് ഓർഡർ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. കാരണം ഇപ്പൊ ഇതൊക്കെ ഇത്രയും വലിയ സ്ലാബുകള് മോർ ദാൻ ഈ കടയിൽ എല്ലാം കൂടെ 1200-ലധികം ഡിസൈൻസ് എല്ലാ സൈസുകളിലായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ മേലെയൊന്നും സ്വാഭാവികമായിട്ട് സാധിക്കില്ല. അതാണ്. ഇത് ഫുൾ ബോഡി ആണോ അല്ലെങ്കിൽ കളേർഡ് ആണോ? ഇതിൽ ഇത് കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന ഒരു സംശയമാണ്. ആളുകൾ എല്ലാവരും വന്ന് പറയും ഇത്തരം പ്രിന്റുകള് ഭൂരിഭാഗം വന്നിട്ടുള്ളത് കളർ ബോഡിയാണ്. സർഫേസിലെ കളറ് സൈഡില് നമ്മുടെ ഹോമോജീനിയസ് ബോഡിയുടെ കളറാക്കി കൊണ്ടുവരികയാണ് കളർ ബോഡി. പക്ഷെ ഡിസൈൻ പെനിട്രേറ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഫുൾ ബോഡി എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഇതാണെങ്കിൽ ഇത് ഫുൾ ബോഡിയാണ്. ഡിസൈൻ
പെനിട്രേറ്റ് ചെയ്ത് അടി വരെ. ഇതിന്റെ പാറ്റേൺ തന്നെ അടി നമുക്ക് കിട്ടും. സാധാരണ നമ്മൾ സ്റ്റെപ്പുകൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ മോൾഡ് ചെയ്യുമല്ലോ, എഡ്ജ് മോൾഡ് ചെയ്യുന്ന സമയത്ത് ചില ടൈലുകളിൽ നമുക്ക് കളർ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു ടോൺ മാത്രമേ നമുക്ക് അവിടെ കാണാൻ പറ്റൂ. അതാണ് കളേർഡ് ബോഡി എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഫുൾ ബോഡി അല്ല എന്നാണ് ലിൻഡ ചേട്ടൻ പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഈ പാറ്റേൺസ് ഉണ്ട്, ആ പാറ്റേൺസ് നമുക്ക് എഡ്ജിൽ കാർവ് ചെയ്യുമ്പോൾ ഏകദേശം ഫീൽ പെനിട്രേറ്റ് ചെയ്യും. അതാണ് ശരിക്കും ഫുൾ ബോഡി പ്യൂർ വൈറ്റ് ടൈലല്ലേ. അതെ, വൈറ്റിനൊക്കെ പകരം നമുക്ക് വെക്കാം. സാർ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ആ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈസ്ഡ് സിന്തറ്റിക് ഗ്ലാസ് ആണ് ആ പ്രോഡക്റ്റ്. മെയിൻലി ചൈനയിൽ നിന്നാണ് വരുന്നത്. ചൈനയിലെ 2 ഫാക്ടറീസ് ആണ് വരുന്നത്. പക്ഷെ അത് വൈറ്റ് ആ കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് വൈറ്റ് ആയിട്ട് വന്നിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇന്ന് വൈറ്റ് എപ്പോഴും പറയുന്നത് എൽ വാല്യൂ, ലുമിനസ് വാല്യൂ ബേസ്ഡ് ആണ്. അപ്പോൾ അതിനേലും എൽ വാല്യൂ ഉള്ള ഹോമോജിനിയസും അതുപോലെ ഫുൾ ബോഡി മെറ്റീരിയൽ വന്നു കഴിഞ്ഞു. അതായത് ടൈലിലാണ് ഇപ്പൊ നാനോ വൈറ്റിനേക്കാളും 95%, അതായത് 95 എൽ വാല്യൂ ഉള്ള ലുമിനസ് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ 4x2 ടൈലുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ വീട്ടിൽ യൂസ് ചെയ്യുന്നത് 4x2 ആണ്. കുറച്ച് ആളുകൾ വലിയ സൈസുകൾ യൂസ് ചെയ്യുന്നു, വളരെ കുറച്ച് ആളുകൾ ചെറിയ സൈസുകൾ യൂസ് ചെയ്യുന്നു അല്ലേ. നമുക്ക് ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും വലിയ സൈസിന്റെ ഒരു കൺവെർഷൻ നടക്കുകയാണ്. ശരി. 4x2 ടൈലുകൾ ലാർജ് വോളിയൂം ഓഫ് കൺസംഷൻ ആണ് നടക്കുന്നത്. പക്ഷെ അത് ഇനി പതിയെ ഇപ്പൊ ബാത്റൂം ടൈലിലേക്ക് മാറിക്കഴിഞ്ഞു. ഫ്ലോർ ടൈൽ പിന്നെ ഇപ്പൊ 8160 6x4ലേക്കും ഒരു വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിന്റെ ഫിനിഷ് തന്നെ ഇതിപ്പോ ഒരു നോർമൽ ഫിനിഷ് ആണെങ്കിൽ ഈ ഒരു ഫിനിഷ് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു നമ്മുടെ ലെപ്പാറ്റോ ഫിനിഷിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ഫോം ആണ്. ഇതെന്താ പേര് പറയുന്നത്? ഇത് ശരിക്കും നമ്മളിപ്പോഴും പറയുമ്പോൾ ലെപ്പാറ്റോ കാറ്റഗറിയാണ്. ലെപ്പാറ്റോ എന്ന് പറയുന്നത് ലെപ്പാത്രോ അല്ല, ലെപ്പാറ്റോ എന്ന് പറഞ്ഞ ടൈലുകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്റ്റോൺ ഫിനിഷിലുള്ള കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഫോം ആണ്. നോക്കുന്ന സമയത്ത് നല്ലൊരു റഫ്നെസ്, ചളി പിടിക്കും ഇല്ല, അതിൽ അഴുക്ക് പിടിക്കില്ല. എന്നാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു ഫിനിഷിൽ അത് കളറിൽ ഇതിന്റെ ഒക്കെ റിഫ്ലക്ഷന്റെ ഒരു ഭാഗമാണ്. ഇതൊക്കെ ഈ പറയുന്ന കാറ്റഗറികളിൽ തന്നെ ഇത് ഗ്രാനോല അല്ല, ഇതും ലെപ്പാറ്റോ സീരീസ് ആണ്. ലെപ്പാറ്റോ അതിന്റെ ഒരു വകഭേദമാണ്. ഇതും ലെപ്പാറ്റോ അതാണ് ബീച്ച് കളറിൽ വരുന്നത്. ഇത് ശരിക്കും അതില് ഒരു ഓറഞ്ച് ബീച്ച് ബ്രൗൺ മിക്സ് കോമ്പിനേഷൻ ആണ്. ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഒരു ലെതർ ഫിനിഷിലെ കറക്റ്റ് നമ്മുടെ ലെതറിന്റെ ആ ഒരു ടൈലിന് തൊട്ട് നോക്കുമ്പോൾ ആ ഫിനിഷ് ആണ്. കാരണം ശരിക്കും ഇത് ലെതർ ഫിനിഷ്, ആ പേര് പോലെ തന്നെയാണ്, ലെതർ ഫിനിഷ് തന്നെയാണ്. അതിന്റെ കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഈ കളർ ഇത് ഒരു റയർ കളർ ആണ്. കളർ വേരിയൻസ് ഉണ്ട് ഇതിൽ ശരിക്കും നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഒരു 6 വേരിയന്റ് ആണ് വെക്കുന്നത്. ഇതിന്റെ ഗ്രൈൻഡ് അല്പം ബ്ലാക്കിഷ് ഉണ്ട്. പക്ഷെ ഈ ഫിനിഷ് ഇതാണെങ്കിൽ ഇതിൽ കാര്യമായിട്ട് അഴുക്ക് പിടിക്കില്ല. ഇല്ല, ഇല്ല. ഫ്ലോർ ഇപ്പൊ സെയിം ഈ പാറ്റേൺ ഒക്കെ നമുക്ക് ഫ്ലോറിലും വിരിക്കാം, അതുപോലെ തന്നെ വാളും അത് ഉപയോഗിക്കുന്നുണ്ട്. സ്ലിപ്പ് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ശരിക്കും നമ്മുടെ കാലിന്റെ എല്ലാ ഭാഗങ്ങളും പതിയുന്ന ഒരു അവസ്ഥയിലാണ്. ഈ ഒരു ബാത്റൂം മോക്കപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരു വെറൈറ്റി ഉണ്ട് അല്ലേ, അതൊരു ഹൈലൈറ്റർ പോലെ ചെയ്തിരിക്കുന്നു. അതെ, ശരിക്കും നമ്മൾ 2 കോമ്പിനേഷൻ. ഇത് ഗ്രാനോലയാണ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഗ്രാനോലയെ കുറിച്ച്. പിന്നെ ഇത് നമ്മുടെ കാർവാണ്. പിന്നെ ഈ കോമ്പിനേഷൻ ആണ്. ഇത് ശരിക്കും ഇറ്റാലിയൻ മാർബിൾ ഫിനിഷും കാർവ് ഫിനിഷും ഒരുമിച്ച് വന്നിരിക്കുന്നു. ഇത് നമ്മുടെ മാർബിളിൽ ശരിക്കും കാർവ് ചെയ്തെടുക്കുന്ന അവസ്ഥയാണ്. അത് പ്രൊജക്റ്റീവ് ആക്കിയിട്ട് എടുക്കുന്ന പോലെ. പക്ഷെ ഇത് ഗ്രാനോലയാണ്. ഈ ഫിനിഷിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇത് ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ ഓരോ ഫിനിഷ് ആവുന്നത്. ഇത് ശരി ബേസിക്കലി ഇത് ഫോസിൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. അത് അധികം മാർക്കറ്റിൽ ആയിട്ടില്ല. ഇനി അടുത്തൊരു ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിനെ പ്രത്യേകത നോക്കുമ്പോൾ അത് ഗ്ലോസി ആണ്. തൊട്ട് കഴിഞ്ഞാൽ അത് മാറ്റ് ആണ്. സൈഡിൽ നിന്നുള്ള വ്യൂ അതൊരു കർവ്ഡ് ഫിനിഷ് ആണ്. അതായത് ഒരു വേവ്സ് ഫീൽ ചെയ്യും. അത് ശരിക്കും ഇതൊരു വേവ് പോലെയാണ്. എന്നാൽ ക്ലീൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇത് ടൈലാണ്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ഗ്ലോസിനെസ് അതിൽ വരുന്നത്. ഇത് PGVT ആണോ? പോളിഷ് ഗ്ലോസ് ആണ്. പോളിഷ് ഗ്ലോസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സാധാരണ എല്ലാം PGVT എന്ന് പറയുമ്പോൾ അത് ഹൈ ഗ്ലോസ് കാറ്റഗറിയിലല്ല. ഇത് ഹൈ ഗ്ലോസ് കാറ്റഗറിയാണ്. പിന്നെ മാത്രമല്ല ഇത് വുഡിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡിസൈനിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഫോക്കസ് ഭയങ്കര ഗ്ലോസ്നെസ്, എക്സ്ട്രാ ഗ്ലോസ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഒരു കളർ ടോണും ഡിഫറെന്റ് ആണ്. സാധാരണ വുഡിൽ ഗ്ലോസി കുറവാണ് വന്നിരുന്നത്. കാരണം നാച്ചുറൽ എപ്പോഴും ഒരു മാറ്റ് അല്ലേ വരുള്ളൂ. പക്ഷെ ഇത് ഭയങ്കര സെയിലുള്ള സ്ഥലത്ത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ അതേപോലെ ഏതെങ്കിലും ടോയ്ലറ്റിന്റെ ഒരു ഹൈലൈറ്റർ വാളില് അതൊക്കെ ഒരു കാരണം ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങളൊരു പ്ലെയിൻ ബീച്ച് ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഇതില്
കുറച്ച് ഭാഗം കൊടുത്ത് അത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും. നമ്മളിപ്പോ നിൽക്കുന്നത് കജാരിയുടെ സ്റ്റുഡിയോയിലാണ് അല്ലേ? ഓക്കെ, കജാരിയുടെ ടൈൽസ് ആണ് ത്രൂ ഔട്ട് കജാരിയാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബാത്റൂം മോക്കപ്സുകൾ വലിയൊരു ശരിക്കും എത്ര ബാത്റൂം മോക്കപ്സുകൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്? ഇപ്പൊ നമ്മുടെ കടയിൽ ആദ്യം 100-ന് പുറത്തായിരുന്നു, ഇപ്പൊ നമുക്ക് 82 ആണ്. കാരണം സ്പേസ് അല്പം കൂടി റിപ്പീറ്റബിൾ അല്ല, എല്ലാം ഡിഫറെന്റ് ആണ്, ഇൻഡിവിജ്വൽ യുണീക്ക് ആണ്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വുഡൻ ഫിനിഷുകളാണ് അല്ലേ? ഞാൻ ചോദിക്കുന്നത്, സാധാരണ നമ്മൾ നോർമലായിട്ട് കാണുന്ന ചില വുഡൻ പാറ്റേൺസ് ഒക്കെ ഉണ്ട്, ഇതൊക്കെ നോർമലാണ്. പക്ഷെ ഇതിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ റെയർ ആയിട്ട് ഇതെങ്ങനെ ഒപ്പിക്കുന്നത്? ഇതിൽ വേറെ ഒന്നുമില്ല, ഇതിൽ മെയിൻ ആയിട്ട് ഫിനിഷസിൽ ഡിഫറെന്റ്. നമ്മളെല്ലാവരും ഒരാൾ ആദ്യം ഒരു കസ്റ്റമർ വന്നിട്ട് ടൈലിന്റെ ഡിസൈൻ മാത്രമാണ് നോക്കുന്നത്. ഈ വുഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് വുഡിന്റെ സർഫേസിലുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ സർഫേസ് അല്ല ഈ സർഫേസ്, ഇനി ഇതിന്റെ സർഫേസ് ഡിഫറെന്റ് ആണ്, ഇനി ഇപ്പുറത്ത് തൊട്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ അതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വെനീർ സീരീസിൽ ഇപ്പൊ മാർക്കറ്റിലായിട്ടുള്ള വെനീർ ഷീറ്റുകൾ വരുന്നില്ലേ, ആ ഫിനിഷുള്ള പ്രോഡക്റ്റ് ആണ്. പക്ഷെ അത് കാണുന്നത് നമുക്ക് പഞ്ച് പാറ്റേൺ ആണ്. ശരിക്കും നമുക്ക് മരപ്പലക കട്ട് ചെയ്തിട്ട ഫിനിഷ്, അത് തൊട്ട് നോക്കി അറിയാൻ പറ്റും, അതൊക്കെ ഭയങ്കര സുഖമാണ്. ഇനി ഇത് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള നമ്മുടെ ജസ്റ്റ് ചിന്തൂരം തള്ളും മുമ്പുള്ള ഒരു ഫോർമാറ്റുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഫിനിഷുകൾ. മുമ്പൊക്കെ നമ്മൾ ടൈൽ എടുക്കാൻ നേരത്ത് കണ്ണുകൊണ്ട് നോക്കിയാൽ മതിയായിരുന്നു, ഇപ്പൊ പോയി തൊട്ട് ഫീൽ ചെയ്യണം. അതാണ് ഈ ഫോട്ടോ എടുത്ത് നമ്മൾ അയക്കില്ല എന്ന് പലരുടെ അടുത്തും പറയാനുള്ള ഒരു കാരണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ കറക്റ്റ് എങ്ങനെയൊക്കെ? ഇത് കൃത്യമായിട്ട് വരുന്ന കൊടകര, നമ്മുടെ ചാലക്കുടിക്ക് എത്തുമ്പോൾ കൊടകര സ്റ്റോപ്പിൽ നിന്ന്, തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കൊടകരെന്ന് നമ്മൾ കൃത്യമായിട്ട് എപ്പോഴും പറയുമ്പോൾ കൊടകര എന്ന് പറഞ്ഞാലും കൊടകരെന്ന് മാള റൂട്ടില് 3 കിലോമീറ്റർ വന്നാല് പുലിപ്പാറക്കുന്നാണ് കൃത്യമായിട്ട്. ഇതൊരു കാറ്റാണ്. ഇവിടെ അടുത്താണ് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജും അഡ്വാൻസ്ഡ് സഹൃദയ കോളേജും വരുന്നത്. ഈ സ്ഥലമാണ് ഈ യൂണിറ്റി ടൈൽസ് നിലനിൽക്കുന്നത്. സോ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം എന്നുള്ള നിലക്കാണ് യൂണിറ്റി ടൈൽസിൻ്റെ കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് മൈ ബെറ്റർ ഹോം ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉള്ളതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ മോഡലുകൾ മാത്രമാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. വീഡിയോൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നേരിട്ട് ഇവിടെ വരികയാണെങ്കിൽ ഇവിടുത്തെ മൊത്തം ഡിസൈനുകളും നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വാക്ക് ത്രൂ വീഡിയോയുടെ മുഴുവൻ ഡിസൈനുകളും അടുത്ത് നിന്ന് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യാതൊരു തരത്തിലുള്ള കമ്പൽഷനുകളും നമ്മളെ നിർബന്ധിക്കലുകളും ഉണ്ടാവില്ല. നമുക്ക് ഫ്രീ ആയിട്ട് വരാം, ഫ്രീ ആയിട്ട് വന്ന് കാണാം, കാര്യങ്ങൾ മനസ്സിലാക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്യാം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ നൽകുന്നുണ്ടാവും. കമൻറ്റ് ബോക്സിലും ആ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്, ഈ ഷോറൂം വിസിറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.